ചിങ്ങം വരാറായതിൻ്റെ ആടി പെറുക്കലാണ്. ആടിയറുതി നമ്മളിവിടെയൊക്കെ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇന്നൊരു റൂം ഒതുക്കാമെന്ന് കരുതി കയറി. അപ്പോൾ ഞങ്ങളുടെ വലക്കം പൊടിഞ്ഞു പോയതുകൊണ്ട് പിന്നെ ബിജുവേട്ടൻ ഒരു കമ്പിക്കകത്ത് നമ്മുടെ ചൂട്ടുണ്ടല്ലോ, ഉണങ്ങിയ ഓല, അത് കെട്ടി തന്നു കേട്ടോ. അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വലയൊക്കെ പോവും. എന്നിട്ട് വല അടിച്ച ശേഷം ഞാൻ അവിടെ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു. കണ്ടതും കഴിയതുമായിട്ടുള്ള എല്ലാ അലങ്കോല ചവറുകളും ആ സ്റ്റാൻഡിനകത്തുണ്ട്. ഞാൻ മൊത്തത്തിൽ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം വാരി തറയിലിട്ടിട്ട് അത് മൊത്തം വലയടിച്ച് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഓരോ സാധനങ്ങളായിട്ട് അതിനകത്ത് അടുക്കി പറക്കി വെച്ചു കേട്ടോ. സ്റ്റാൻഡിൽ ഇതെല്ലാം അടുക്കി പറക്കി വെച്ച ശേഷം ഞാൻ ഇപ്പുറത്തെ സൈഡ് ഒരു അലമാര ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കീബോർഡൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ താഴെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് വലയടിച്ച് തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചു കേട്ടോ. എനിക്ക് ഈ റൂമിൽ ചിലപ്പോഴൊക്കെ ഈ ചേഞ്ചസ് വരുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തെ സാധനങ്ങൾ ഇപ്പുറത്തോട്ട് വയ്ക്കുക, ഇപ്പുറത്തെ സാധനങ്ങൾ അപ്പുറത്തോട്ട് വയ്ക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അലമാര ഇപ്പുറത്തോട്ട് സൈഡിൽ മാറ്റാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി. ഞാൻ പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് പഴയതുപോലെ തന്നെ വെച്ചു കേട്ടോ. ഇതെൻ്റെ ആഭരണ കലവറയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഇതിൽ നല്ലൊരു ഇയറിംഗ് കളക്ഷൻ തന്നെ ഉണ്ട്. അങ്ങനെ അത് ഞാൻ അടുക്കി പറക്കി വെച്ചിട്ട് ജനലൊക്കെ തുറന്ന് അവിടെ ഫുള്ള് വലയടിച്ച് വൃത്തിയാക്കി തൂത്തിട്ട് ഞാൻ ഓടിപ്പോയി തുടച്ചു കേട്ടോ. ഇതൊരു സെക്ഷനാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാ വീടുകളിലും ഇതേ സമയം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ. എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ചിങ്ങം വരാറായി ഇത് പ്രമാണിച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ